പല്ല് കേൾക്കില്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണെടുത്ത് പാലായിട്ട് ഇടാലോ. 3 ദിവസം കൂടുമ്പോ പല്ല് കേൾക്കുന്ന ആൾക്ക് കറക്റ്റാ. ഇത് 1 മാസത്തെ ലാസ്റ്റും കിട്ടും. ബ്ലൂടൂത്ത് വേണ്ട. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കിട്ടുന്ന സൗണ്ട് പോലെ ഒക്കെ ഉണ്ട് കേട്ടാ. ഇത് എന്തൊരു സോഫ്റ്റാന്നറിയോ? ഇത് ഷമ്മി കബാബ് എന്ന് പറഞ്ഞത്. ഷമ്മി തിലകനല്ല, ഷമ്മി കബാബ്. സോസില് ഡേറ്റ്സും ജാഗറിയും ടാമറിൻഡും ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ അറിയാം, മധുരവും പുളിയും ഒക്കെ കാണും. ഇത് ക്രസ്റ്റ് ഭയങ്കര തിന്ന പിടിക്കുമ്പോഴേ അറിയാം. പിന്നെ സ്റ്റഫിങ്സ് മെയിൻ ആയിട്ട് വരുന്നത് പൊട്ടേറ്റോ ആണ്. ഞങ്ങളുടെ കുടുംബത്തിലെ മോൺസ്റ്റർ സ്വഭാവം കൊണ്ടല്ല കേട്ടാ, അതിന് ഹൈറ്റ് കാണും. Hi guys, good morning and welcome to our new vlog. Welcome from Trivandrum. ഇപ്പൊ ട്രിവാൻഡ്രം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ആണ്. കാരണം നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. സോ അയ്യോ, ഇന്നലെ എൻ്റെ ചേച്ചിയുടെ മൂത്ത മോൻ, അവനെ ഞാൻ കണ്ടിട്ട് വേദുവിൻ്റെ 28-ന് കണ്ടാണ്. അതിനിപ്പോൾ ക്ലോസ് 6 years ആയി കാണുന്നത്. ആളെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഷോക്കായി. ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനമൊക്കെ കാണിക്കാം. ഹൈറ്റ് 6'4" എന്നെ കാട്ടി പൊക്കമുള്ള ആൾക്കാരെ അങ്ങനെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. കാരണം 6 feet അബവ് ആൾക്കാർ കുറവാണല്ലോ. ഇവൻ വേറെ ലെവലാണ്. അപ്പോൾ ഞാനും ജെഫ്രിനൊക്കെ ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുത്ത് വൈകുന്നേരം അവനെ എന്തായാലും പരിചയപ്പെടുത്താം. സോ ഇന്നത്തെ പരിപാടി ട്രിവാൻഡ്രം നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് കുറേ ലോക്കൽ ഫുഡ് സ്പോട്ട്സ് സജസ്റ്റ് ചെയ്തായിരുന്നു. അതൊക്കെ ചെയ്യാൻ പ്ലാൻ ഇട്ടപ്പോൾ ജെഫ്രിൻ്റെ വക ഒരു സജഷനാണ്. ഇവിടെ ഒരു ഭയങ്കര നല്ല ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന്. അത് പല രാജ്യങ്ങളിൽ നിന്നും. എവിടുന്നൊക്കെയാ? ശ്രീലങ്ക, നാഗാലാൻഡ്, ബംഗ്ലാദേശ്, ബംഗ്ലാദേശ്, പിന്നെ ഏതോ വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ട്രിവാൻഡ്രം ഇടയ്ക്കിടയ്ക്ക് ഇനി വരുന്നതായിരിക്കുമല്ലോ. സോ ഇവിടുത്തെ ലോക്കൽ ഫുഡ് വ്ളോഗ് ഇനിയും ചെയ്യാം. അതല്ലാതെ ഇങ്ങനത്തെ ഒരു ഫുഡ് വ്ളോഗ് നമ്മൾ ചെയ്തിട്ട് കുറേ ആയി, മാസത്തോളമായി. സോ നല്ലൊരു ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. ഹോപ്പ്ഫുള്ളി ആര്? ഞാനും. പക്ഷെ ഇന്ന് നമ്മൾ അതൊക്കെ മറന്ന് നല്ല ഫുഡ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. ഫുഡ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗെറ്റ് റെഡി വിത്ത് എ പ്ലേറ്റ് ഓഫ് ഫുഡ്. അതെ, ഇതൊരു സംഭവമാണ് കേട്ടോ. ഞങ്ങള് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. കോവളത്തിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബാലിയിലൊക്കെ റിസോർട്ടിന്റെ കേരള ട്രഡീഷണൽ റിസോർട്ടില്ലേ, ആ ലെവലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ എനിക്കൊന്ന് കുറെ ക്രാഫ്റ്റിന്റെ സംഭവം കാണാൻ പറ്റും. പിന്നെ ഓബിയസ്ലി നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിലാണല്ലോ വന്നത്. ഇതുപോലത്തെ പല പല സാധനങ്ങൾ, ചെറിയ ചെറിയ ഇതുപോലത്തെ ഹാൾസ് പണിതിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കുറെ ഫോറിനേഴ്സൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കോൺസെപ്റ്റ്. നമ്മൾ ഈ എബ്രോഡൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളൂ, ഇത്രയും വലിയൊരു ഏരിയയിൽ ഇങ്ങനെ ആർട്സിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ എനിക്കൊന്നും ഇത്രയും വലിയ ഏരിയ എബ്രോഡ് പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്ന് കയറി കണ്ടപ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ വെളിയിൽ റെഡി ആവുന്നുണ്ട്. അത് ഇന്ന് തൊട്ട് 19-ാം തീയതി വരെ. സോ ട്രിവാൻഡ്രത്തുള്ളവരെ ഞാൻ കഴിച്ചിട്ട് പറയാം. നല്ലതാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വന്ന് ട്രൈ ചെയ്യുക ഫുഡ് ഫെസ്റ്റിവൽ. നാഗാലാൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ ഒരു നിസാമുദ്ദീൻ, പിന്നെ വേറെ എന്തോ എഡിബിൾസ് എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് കണ്ടത് കഥകളിയുടെ വുഡ് കാർവിങ്സ് ഒക്കെയാണ്. പല റേഞ്ചിലുണ്ട്. സോ ഇതിപ്പോൾ ഇത് സ്റ്റാർട്ടിങ് 300 ആണെങ്കിൽ എനിക്ക് ഞാൻ എക്സ്പെൻസീവ് ആയിട്ട് കണ്ടത് ഇതുപോലത്തെ. ഇതെന്താ മെറ്റീരിയൽ? പേപ്പർ. ഇത് 11,000 വരെ. സോ പല റേറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളത്. വുഡ് വെച്ചുണ്ടാക്കിയ മൊബൈൽ സ്റ്റാൻഡ്. ഇതിനെത്ര വരുന്നത്? 235. ഇതെന്തായാലും ഒരെണ്ണം എടുക്കുന്നുണ്ട്. ജെഫ്രിനാണ് സജസ്റ്റ് ചെയ്തത്. നല്ലതല്ലേ? ഓ, അങ്ങനെ ഉപയോഗിക്കാം അല്ലേ? ആ, അതായത് നോക്കിയത്. ഇത് ഓ ശരി ശരി. അതും ഉണ്ടോ? ആ, അടിയിൽ ഹോളും ഉണ്ട്. മേഘ ഹായ്. വേഗയാണ് നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഭയങ്കര സംഭവം കേട്ടാ. നിങ്ങൾ ഇത്രയും സംഭവം ഞാൻ വിചാരിച്ചേ ഇല്ല. ഇതില് ഇതെന്താ ഇത്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അറിയാം, നമ്മുടെ ആനിമൽസിന്റെ തോല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഓരോ കൈൻഡ് ഓഫ് സ്കിന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഇതിന്റെ മിനിയേച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഷോക്കേസിലും കാര്യങ്ങളൊക്കെ. ഇത് ക്ലോക്ക് ആണോ? അത് ക്ലോക്ക് ആണ്. കൊള്ളാലോ, ചെണ്ടയുടെ ക്ലോക്ക്. ഓക്കെ. എത്രയുണ്ട് ടോട്ടൽ ഇങ്ങനത്തെ പെർമനന്റ് ആയിട്ട്? പെർമനന്റ് നമുക്ക് 32 ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് ഉണ്ട്. 32 ക്രാഫ്റ്റ് സ്റ്റുഡിയോസ്. അതിൽ മൊത്തം കേരള സംഭവമാണോ? കേരളയാണ്. പിന്നെ ഒരു ഗസ്റ്റ് കൺട്രി ഉണ്ട്, ഉഗാണ്ട എന്ന് പറയുന്നത്. അപ്പം അതുണ്ട്. അതല്ലാതെ നമുക്കൊരു പ്രീമിയം എംപോറിയം വരുന്നുണ്ട്. ഒരു ആർട്ട് ഗാലറി. ഓക്കെ. ആൻഡ് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഫെസ്റ്റിന്റെ പേര് റാക്ക് ബാക്ക്. റാക്ക് ബാക്ക്. റാക്ക് ബാക്ക്.
ഓക്കെ, അതിലെല്ലാം ഉണ്ട്. റാക്ക് ബാഗിൽ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ട്, ഫുഡ് ഉണ്ട്, അതേപോലെ പെർഫോമൻസസ് ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന പെർഫോമൻസ്. അപ്പൊ ഇത് എപ്പോ തൊട്ട് തുടങ്ങും ഇവന്റ്സ് ഒക്കെ? നമുക്കിപ്പോ ഇന്ന് 14th മുതൽ 19th വരെ. അല്ല, ടൈമിംഗ് മോർണിംഗ് മുതൽ നമുക്ക് ക്രാഫ്റ്റും ഫുഡും അവൈലബിൾ ആയിരിക്കും. പെർഫോമൻസ് 3 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന് എൻട്രൻസ് പൈസ ഉണ്ടോ? ഇന്ന് എൻട്രൻസ് ഉണ്ട്. ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെയാ? 500. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഇവിടെ വന്ന് പിന്നെ വേറെ എൻട്രൻസ് എടുക്കണോ? വേണ്ട. ഓക്കെ, 500 നമുക്ക് എല്ലാം കാണാം. രാവിലെ തൊട്ട് രാത്രി വരെ. അത് 19th വരെ. 19th വരെ. ഫുഡ് പിന്നെ അകത്ത് വന്ന് ആവശ്യമുള്ളത് സെപ്പറേറ്റ് പേ ചെയ്യണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് റെസ്റ്റോറന്റ് ഉണ്ടോ? പെർമനന്റ് റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റ് ഫെസിലിറ്റി ഉണ്ട്. അതല്ലാതെ നമുക്കൊരു കോൺസേർട്ട് ഹാൾ ഉണ്ട്, ഒരു മിനി കോൺസേർട്ട് ഹാള്, ആംഫി തിയേറ്റർ, അപ്പം പ്രൈവറ്റ് ഇവന്റ്സ് കാര്യങ്ങൾ. നമുക്ക് തന്നെ എല്ലാ മന്ത്ലിയും ഓരോ ഇവന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ക്യൂറേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. നല്ല ക്വാളിറ്റി ആട്ടോ. നമ്മള് സാധാരണ ഓക്സിന്റെ ഇൻഡസ്റ്റൈനോ? ഓ, അപ്പൊ ഇതെല്ലാം ആനിമൽ ഇത് വെച്ചുണ്ടാക്കുന്നത്. ഇത് ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോ ആനിമൽസിന്റെ സ്കിന്നാണ്. ഇത് ഏതാ ചേച്ചി? കാള. നമുക്കറിയാം, ഇത് അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഏത്? അത് ഏതിന്റെ സ്കിന്നാണ്? ഇത് ഏതാ? അല്ല, അത് ശിവപാർവതി സങ്കല്പത്തിൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മദ്ദളം. അത് രണ്ട് സൈഡ് രണ്ട് ശബ്ദമാണ്. ഓക്കെ, ഇത് ശിവപാർവതി സങ്കല്പത്തില് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മദ്ദളം. ഓക്കെ, സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും ഉണ്ടാവും. ഓക്കെ, സ്ത്രീ ശബ്ദം എന്ന് പറയുന്ന കാളത്തോല് വെച്ച് ചെയ്യണതും, പുരുഷന്റെ ശബ്ദം പോത്തിന്റെ സ്കിന്നോ യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മള് ഇവിടെ അങ്ങനെ ചെയ്യുന്നതാണോ ശരിക്കും പണ്ട് തൊട്ടേ ഇങ്ങനെയാണോ? ട്രഡീഷണലി മേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓ ശരി, സ്ത്രീ ശബ്ദമാണ്. സ്ത്രീ ശബ്ദം. ഓക്കെ, ഇത് കുറച്ച് ഹാർഡാണ്. നമ്മൾ ചെയ്യുമ്പോഴും നല്ല ഹാർഡായിട്ട് തന്നെ ചെയ്യണം. ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇത് ഡാഡിയൊക്കെ കണ്ടു കഴിഞ്ഞ സംഭവമായിരിക്കും. ടീക്ക് അല്ലേ? ഏത് ഈ സാറാ? മോഹനൻ. ഓ, അത് ഡാഡിയുടെ പേര് തന്നെയാണല്ലോ. എത്രയുണ്ട് പ്രൈസ്? 1,45,000 രൂപ. അതൊക്കെ ഈ ഫുൾ സ്റ്റാൻഡിനല്ലേ ഇത്രയും വർക്കും ടീ കൂട്ടിലും ചെയ്തത്? 1 കോടിയൊന്നല്ലല്ലോ, അല്ലെങ്കിൽ 13 ലക്ഷം ആയിരിക്കും. 13 ലക്ഷം. അങ്ങനെ പറ. 1 ലക്ഷം ആണെങ്കിൽ ഇപ്പൊ ഡാഡി ഒന്ന് എടുത്താലേ. അവാർഡ് കിട്ടിയ ഒരു സ്കൾപ്ചറാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങളൊന്ന് ഗസ് ചെയ്യാം. അടിയിൽ ഞാൻ എന്തായാലും അടുത്ത് വരുന്ന പ്രൈസ് കമന്റിൽ പിൻ ചെയ്യാം. ജെഫ്രിൻ ഞെട്ടി നിൽക്കുക. ഒരു ശില്പിയായ മതിയായിരുന്നു. അതാണ്, ഒരു ശില്പിയായ മതിയായിരുന്നു. ട്രെയിനിങ് ഒക്കെ നിർത്തിയിട്ട് ശില്പിയാവും ജെഫ്രി. ഇനി പഠിക്കാം നമുക്ക്. വലിയ കമ്പാരിറ്റീവ്ലി എനിക്കൊന്ന് ടൂറിസ്റ്റ് ആ ഒരു പ്രൈസ് അല്ല. ഇതൊക്കെ ഒരു 800 റുപ്പീസിന് തൊട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. എന്തായാലും വരയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഇതും കൂടെ ആവട്ടെ. ഫുഡ് ഫെസ്റ്റിവൽ വെളിയിലാണ്, സെറ്റ് ആവുന്നേ ഉള്ളൂ. എനിക്ക് ഡെയിലി അതെനിക്ക് ഇന്ന് 5 മണിക്കാണ് ഉദ്ഘാടനം. നാളെ തൊട്ട് രാവിലെ കാണും അല്ലേ? രാവിലെ തൊട്ട് കാണും. ഇന്ന് മഴയായതുകൊണ്ടാണ് ഒരു ടെൻഷൻ. എല്ലാത്തിനും അന്നെ പേരും ഉണ്ട്. സോ ഇത് ക്വിൽ പേപ്പർ ക്രാഫ്റ്റ്, ഇങ്ങോട്ട് ഊറു ക്രാഫ്റ്റ്. ഇതാണ് ക്വിൽ പേപ്പർ ആണോ? ഇതാണ് ക്വിൽ പേപ്പർ. നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ ജ്വല്ലറി മേക്കിംഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പറാണ്. ഇത് വെച്ചിട്ട് ഈവൻ പോർട്രേറ്റ്സ് വരെ ചെയ്യുന്നുണ്ട്. ഓ ശരി ശരി. ഇത് കൂടുതൽ പോർട്രേറ്റ്സിന്റെ സ്ഥലം അല്ലേ? ആ, വിജയ്, മോഹൻലാല് ഇതൊക്കെ വാങ്ങുവാ? മോഹൻലാലിനൊക്കെ ആണോ? ഇത് ഞാൻ വിചാരിച്ച വുഡാണ്, പക്ഷെ ഇത് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ചെയ്യുന്നതാണ്. ഇത് സ്പൈഡർമാൻ്റെ ഇത് ഇരുന്നോട്ടെ ഒരു ഓർമ്മയ്ക്ക്. സംഭവം കൊള്ളാം. ഇത് പറഞ്ഞ എടുക്കണേ. രസമൊക്കെ ഇവിടെ ചെയ്തിട്ട് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. നമ്മൾ മലയാളീസ് എസ്പെഷ്യലി വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് 54 രൂപ. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. എസ്പെഷ്യലി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യു ജസ്റ്റ് ഫീൽ ലൈക്ക് സ്പെൻഡിങ് സം ടൈം ഹിയർ. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. സോ അതിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങൾ കാണാൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. ഇത്ര അടിപൊളിയെന്ന് വിചാരിച്ചില്ല. എനിക്കത് പാത്തും ഇവിടെ ഒരു പരിപാടിക്ക് വന്ന് പാടിയിട്ടുണ്ട്. ആൻഡ് ഷി ഓൾസോ ഗിവ് റിയലി ഗുഡ് ഒപ്പീനിയൻ. നന്നായി കണ്ടക്ട് ചെയ്ത നല്ലൊരു ഇവന്റ് ആയിരുന്നു ഒന്ന്. ശശിയേട്ടനാണ് നമ്മുടെ ഊരു ഉണ്ടാക്കുന്നത്, ബേപ്പൂരിൽ നിന്നാണ്. എത്ര ടൈം എടുക്കും ചേട്ടാ ഇതുപോലത്തെ ഈ സൈസ് ഉണ്ടാക്കാൻ? ഫിനിഷിംഗ് എല്ലാം കൂടെ എത്ര ടൈം എടുക്കും ചെറുതിന്? ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം 2 എണ്ണം. ആൻഡ് മറ്റേ അകത്തിരിക്കുന്ന ഏറ്റവും വലിയ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പല 20 ദിവസം പണി, അത് 20 ദിവസം പണി. ഓക്കെ. പിന്നെ 15 ദിവസം അങ്ങനെ എടുക്കും. 10-15 ദിവസം പണി. ഇത് 15 ദിവസം പണിയുണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ ശരിക്കുള്ള കപ്പലിന്റെ മോഡൽസ് തന്നെയാ?
പഴയ കാലത്ത് ഉള്ള കടൽമാർഗം യുദ്ധം ചെയ്യുന്നുണ്ട്. ആ അതിന്റെ മോട്ടറിലാണ്. അതാണ് പിന്നെ ബീരങ്കിക്കാണ്. ഓ ആ ബീരങ്കി ഹസ്ക് ചകിരി വെച്ച് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്തോരം വെറൈറ്റീസാ നോക്ക്. ബുദ്ധ ആ എന്റെ ഷെല്ലുണ്ടല്ലോ എല്ലാം ഉണ്ട്. മങ്കി കൊള്ളാലോ കാര്യങ്ങള്. കണ്ട ഒറ്റ കോക്കനട്ടിന്റെ പീസിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഫുൾ ഡ്രൈഡ് കോക്കനട്ട് എടുത്തിട്ട് ചെയ്തതാണ്. ഓ ഇത് പ്ലാന്റ് ഹോൾഡർ. ഇതും അതുപോലത്തെ പ്ലാന്റ് ഹോൾഡേഴ്സ് ഒക്കെ തന്നെയാ. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര സംഭവം. ഇതും ഇവരുടെ അവാർഡ് കിട്ടിയ ഒരു പീസാണ്. 30 കോക്കനട്ട്സ് 30 തേങ്ങ വെച്ച് ചെയ്ത പീസാണിത്. ഓ ആകെ കൂടെ ഒരു കേരളം അല്ലാതെ ഉള്ളത് ഉഗാണ്ടയുടെയാണ്. അത് ഭയങ്കര ഒരു ഇതല്ലേ. ഉഗാണ്ട ഇസ് എ ഗസ്റ്റ് കൺട്രി. സോ ഉഗാണ്ടയുടെ കുറെ ഇതുപോലത്തെ ആർട്ടും സ്കൾപ്ചേഴ്സും മാസ്ക്സും ഒക്കെ ഉള്ളതല്ലോ. ഇത് ശരിക്കും ഉഗാണ്ടയിൽ നിന്ന് വരുന്നതാണോ? ഉഗാണ്ടയിൽ നിന്ന് തന്നെ വരുന്നത് ക്രാഫ്റ്റ്. ഓക്കെ. അല്ലാതെ ഇവിടെ ഉഗാണ്ടൻ രീതി ചെയ്യുന്നതല്ല, അല്ല അവർ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുന്നതാ. ഓക്കെ നൈസ്. സോ മാസ്കിനൊക്കെ അതും വലിയ റേറ്റിലാട്ടോ. 1000 rupees ഒക്കെ ഉള്ളൂ ഇങ്ങനത്തെ മാസ്കിനും സംഭവങ്ങൾക്കൊക്കെ. കോമൺ ആഫ്രിക്കൻ സ്ഥലത്ത് കാണും. ഇതിനൊക്കെ 1000 rupees ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും, അത് ഉറപ്പാ. ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല, ഒരുപാടുണ്ട്. പക്ഷെ ഒരു കൗണ്ടേഴ്സ് ഏതൊക്കെ ഉണ്ട് എന്ന് പറയാം. ഇത് ഗ്ലാസ് ക്രാഫ്റ്റ്സ് ഉണ്ട്, ലാമിനേറ്റഡ് വുഡൻ ക്രാഫ്റ്റ്, അത് കയറിയ കുറേ കാര്യങ്ങൾ. ഇത് ബോട്ടിൽസും അതൊക്കെ വെച്ച് ചെയ്തായിരിക്കും അല്ലേ? ഈ വെൽക്കം ബോർഡ് ഒക്കെ ഗ്ലാസ്സാ. ഇത് ഓരോന്നിലും കയറി കയറി നോക്കാൻ തോന്നും. വിൻഷൈൻസ് എല്ലാം ഉണ്ട്. ഒക്കെ ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കിൽ ഹീറ്റ് കൊടുത്ത് എംബോസ് ചെയ്ത് ചെയ്യുന്ന വർക്കാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യും, എല്ലാം കസ്റ്റമൈസ് ചെയ്യും. 12,400 rupees കണ്ടേ വരുന്നുള്ളൂ. ദാറ്റ്സ് നൈസ്. ഇത്രയും വലിയൊരു ഫ്രെയിമും അത് അന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും രാത്രിയാവും. ഇപ്പൊ മറ്റേ റെസ്റ്റോറന്റിലേക്ക് ഒത്തിരി നടക്കണം. ഓ അതാണ് ആ കൂടെ ഉള്ള ടെൻഷൻ അല്ലേ. കാരണം നമുക്ക് ഹൈ സെല്ലിംഗ് പ്രോഡക്ട്സ് ആണ്. ഞാൻ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നതിൽ ഒന്ന് ടെറക്കോട്ട ഐറ്റംസ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് മണ്ണാ അല്ലേ, മണ്ണ് വെച്ചുണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരു പോപ്പുലർ ഐറ്റം ആണ് ക്ലേ വെച്ചുണ്ടാക്കുന്നത് ആംപ്ലിഫയർ. അത് കൊള്ളാലോ. ഇത് സംസാരിച്ച ഒച്ച കൂടുവോ? ഓക്കെ അത് കൊള്ളാലോ. ബ്ലൂടൂത്ത് വേണ്ട അപ്പൊ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കിട്ടുന്ന സൗണ്ട് പോലെ ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ്. ഹാൻഡ്ലൂം ഇവിടെ തന്നെ വീവ് ചെയ്യുന്ന. ഓക്കെ. ഹാൻഡ്ലൂമിന്റെ എല്ലാ ഐറ്റംസും ഉണ്ടോ? കുർത്താസ്, ഡ്രസ്സസ്, സാരീസ്. ഓക്കെ. ഇത് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ആ ഇത് നിങ്ങളുടെ ഓൺ. ഓ പ്രോപ്പർ ആയിട്ടുള്ള യൂണിറ്റാ അപ്പോ. ഓക്കെ. ആ അത് കൊള്ളാലോ. അപ്പൊ ഇവിടെ തന്നെയാണ് ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഓ നല്ല സെറ്റപ്പ്. ഇത് പ്രോപ്പർ വലിയൊരു യൂണിറ്റാ. കാസർഗോഡ് ഈ ചേതമംഗലം നമ്മുടെ പ്രാണിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുത്തമ്പള്ളി. ഓക്കെ അടിപൊളി അല്ലേ. ഇത് കൊള്ളാമല്ലോ. ബാഗ്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയുണ്ട്. കെയിനുണ്ട്. ഇത് ഹാമക്സ് ആൻഡ് ജ്വല്ലറീസ്. വാവ് ജ്വല്ലറി. ആ അത് കൊള്ളാമല്ലോ. ഹാമക്സും ജ്വല്ലറി അല്ലേ. ജ്വല്ലറി എന്താ ലൈക്ക് മെയിൻ ആയിട്ട്? ജ്വല്ലറി ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോവാം. കാണിച്ചില്ലെങ്കിൽ മിക്കവാറും നിങ്ങൾ തന്നെ പറയാം. ഇതൊക്കെ കൊള്ളാമല്ലോ. ഫ്രേക്ക് ഇഷ്ടപ്പെടും. ജ്വല്ലറീസ്, ചെയിൻസ്, ഇയറിങ്സ്, ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട് കമന്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ്. അപ്പോൾ എല്ലാം ഇത് ഫിഷ് സ്റ്റോൺ ആണ്. എന്ത് സ്റ്റോൺ? ഫിഷ് സ്റ്റോൺ. ഫിഷോ? ഫിഷിന്റെ. ഇതും ഫിഷിന്റെ സ്റ്റോൺസ് ആണ്. ഓ ഫിഷിന്റെ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? അത് മീനിന്റെ തലയ്ക്കുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ് ആണ്. മീൻ. ഓ ശരിക്കുള്ള മീനിന്റെ തലയുടെ ഉള്ളിലുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ്. അത് കൊള്ളാമല്ലോ. ഓ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാ. ജെഫ്രിന് പറ്റിയ സാധനം ഏലക്ക. അതെന്തിനാന്നറിയോ? ഞാൻ പറയട്ടെ. അതെ പല്ല് കഴിക്കില്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണെടുത്ത് പാലായിട്ട് ഇടാലോ. 3 ദിവസം കൂടുമ്പോ പല്ല് കഴിക്കുന്ന ആൾക്ക് കറക്റ്റാ. ഇത് 1 മാസത്തെ ലാസ്റ്റും കിട്ടും ഏലക്ക മാല. ഞാൻ 2 നേരം തേക്കും, ഫ്ലോസും ചെയ്യും. ജസ്റ്റ് കാണിക്കാം. ഇത് റോസ് വുഡിന്റെ ആണ്. റോസ് വുഡിന്റെ ഐറ്റംസ്. ആൻഡ് ഇത് കോക്കനട്ട് ഷെൽസ് ഉപയോഗിച്ച്
മാത്രം, ഹസ്ക് അല്ല, ഷെല്ല് മാത്രം ഉപയോഗിച്ചുള്ളത്. ഫേമസാ ആറന്മുള കണ്ണാടി, അതൊന്ന് കാണണം. പൂരം, ഓ തൃശ്ശൂർ പൂരമാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ആ അതേ പോന്നു. വാങ്ങുന്നുണ്ടോ? ഒരെണ്ണം വീട്ടിലിരിപ്പുണ്ട്. ഞങ്ങൾ ആറന്മുളയിൽ പോയി വാങ്ങിയിട്ടുണ്ട്. എല്ലാ ആറന്മുള കണ്ണാടിയും ബ്രാസ് വെച്ച് ആറന്മുളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വരുന്നതാണ്. പക്ഷെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ, ഒരു 4000. ഇതിനൊക്കെ ഞാൻ നോക്കിയപ്പോൾ 5300 ആണ്. പക്ഷെ ഭയങ്കര ഹെവി, നല്ല വെയിറ്റ് ഉണ്ട്. വൈറ്റ് വുഡില് ലാലേട്ടൻ വാങ്ങിയ സാധനം നോക്കും, ഇതിന്റെ റേറ്റ് ഒന്നും ഒരു ഐഡിയ. പഴയ കേരള മറ്റേ 4 കെട്ടി കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ആ കാരണം നടക്കുന്നവര് ഓരോ സ്ഥലത്ത് ഓപ്പൺ സ്പേസും ഇരിക്കാനുള്ള സൗകര്യവും മരവും, അതാ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിന്റെ ഇനി മേളിലുണ്ട് ഫുഡ്. മേളിലല്ല, മേളിൽ പോയിട്ട് താഴെ ഇറങ്ങണം. ചോദിച്ചു നോക്ക്. ആ കണ്ട ഇറങ്ങണം, അപ്പൊ കേറിക്കോ വാ. ഇതിന്റെ മേളിൽ എത്ര എണ്ണം ഉണ്ട്? 3 ഓക്കെ. ഇത് കേരള സ്പൈസസ്. മേളിലുള്ള 3 ഒരെണ്ണം കേരള സ്പൈസസ്, പിന്നെ പേപ്പർ ക്രാഫ്റ്റ്, അത് കൊള്ളാം. പേപ്പറിൽ മാലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതുള്ള വുഡൻ മൊമെന്റോസ്. നമ്മുടെ ഗവൺമെന്റിനൊക്കെ മൊമെന്റോസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓ ശരി. അല്ലാതെ കസ്റ്റമൈസേഷൻ ചെയ്തു വരുന്ന പ്രോഡക്ട്സും എല്ലാം കൂടി വരും. ഓക്കെ. മറ്റേ പാത്തൊക്കെ വന്നപ്പോൾ ഇവിടെയായിരുന്നു ഇവന്റ്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇവന്റ്സ് ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് മറ്റേ രാജസ്ഥാനി മ്യൂസിക് ഒക്കെ നടക്കുവാണ് ഇവിടെ. ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് ക്വാറി ആയിരുന്നു അല്ലേ? ക്വാറി ആയിരുന്നു. ആൻഡ് നൗ ഇറ്റ് ഇസ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ സ്പേസ് ഫോർ, എന്താ പറയുന്നത്, ഒരുപാട് പേരുടെ ലൈവ്ലിഹുഡ്. സോ സ്റ്റണിങ് ദിസ് പ്ലേസസ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. കോൺസേർട്ട് ഹാളിൽ എത്ര പേർക്ക് ഇവിടെ ആയിരിക്കും ഫംഗ്ഷൻ അല്ലേ? ഇനോഗ്രേഷൻ. ആരാ ഗസ്റ്റ് ഇന്ന്? ഗസ്റ്റ് ഇന്ന് റഹീം സാറ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഇത് 300 കപ്പാസിറ്റി. ഇതെല്ലാം റെന്റ് ഔട്ട് ചെയ്യും. അല്ലാതെ ഇവിടെ ഒരു പെർമനന്റ് റെസ്റ്റോറന്റും ഉണ്ട്. നല്ല മറ്റേ ചൈനീസ് മണം. ഇത് കൊള്ളാലോ. ഇവിടെ ബുഫേ ഉണ്ട്, താലി ഉണ്ട്. ബുഫേ എനിക്കൊന്ന് വീക്കെൻഡ്സ് മാത്രം, സൺഡേ താലി. പക്ഷെ നമുക്കിപ്പോ ഫുഡ് ഫെസ്റ്റിവല് വെളിയിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ സാമ്പിൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതുപോലെ കിച്ചണിൽ പോയി സംഭവം എന്തൊക്കെ ക്യുസീൻ ഉണ്ടെന്ന് നോക്കണ്ടേ. ജസ്റ്റ് ലൈവ് കുക്കിംഗ് കാണാൻ വേണ്ടി ഇവരുടെ റെസ്റ്റോറന്റിൽ തന്നെ കയറിയതാണ്. നമ്മുടെ എക്സിബിഷനുള്ളതാണ്. സോ എവറിത്തിങ്, ഇവരുടെ മറ്റേ പൂരിയുടെ തൊട്ട് ഈ സമൂസ, എവറിത്തിങ് ഇസ് ഗോയിങ് മെയ്ഡ് ഫ്രഷ് ഓവർ ഹിയർ. ബംഗാളി ഫിഷ് ഫ്രൈ, അത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്ന 1.5 സംഭവം തോന്നും. ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസും സമൂസ ഒക്കെ ഇവിടെ എല്ലാം ഇൻ ഹൗസ് മേക്കിംഗ് ആണ്. ഒന്നും വെളിയിൽ നിന്നുള്ള പരിപാടിയില്ല. ഇത് പൊളിക്കും ഫുഡ്. പഴംപൊരി ചിലപ്പോൾ ഇവര് വെറുതെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ. അപ്പോ ചപ്പാത്തി കിട്ടിയാലും കഴിക്കുമോ? എന്ത് കിട്ടിയാലും നമ്മളെല്ലാം സെറ്റായി ഷൂട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ടേ കഴിക്കുന്നുള്ളൂ. പള്ളി പോയി പറഞ്ഞാൽ അതിനാണ് മെയിൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം വന്നു. ഇതൊക്കെ സാമ്പിളിംഗ് ആണ്. ഇത് റൈസും മീറ്റും കൂടെ ഉള്ള ഒരു റൈസ് കേക്ക് പോലെയാണ് ഈ ഒരു ചട്നി. ദിസ് ഇസ് Rajma? Yeah, Naga Kalar. No, it's like a salad. Yeah. Kidney beans. Yeah, It's like a snacks, salad. yeah, salad snacks. പണ്ട് നാഗാലാൻഡിൽ ഇവര് കറിയും അതിനൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ക്യൂസീനിൽ അവര് സാലഡും പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ബീൻ വെച്ച്. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബീൻ കാണുന്നത്. ആ കറക്റ്റ് ഒരാൾക്കുള്ള പോർഷൻ ഉണ്ട്. നോക്കട്ടെ. ഇത് റൈസും മീറ്റും എന്നാ പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഒരു തായ്ലൻഡും ആ ഒരു വിയറ്റ്നാം ആ ഒരു ഏരിയയിലെ ആ ഒരു രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത്. ഇലയാണ് കൂടുതൽ. മീറ്റ് കുറവാണോ? മീറ്റ് കുറവായിരിക്കും. സോസിലും കൂടെ മുക്കിയിട്ട് മീറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. നല്ല എരിവുണ്ട്. കാന്താരി മുളകത്ത് സാലഡിൽ മുക്കിയിട്ട് എല്ലാം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എനിക്ക് സംഭവമായിരിക്കും കേട്ടോ. കാരണം ഒത്തന്റിക് ആണ്. സ്പൂണൊന്നും ഇല്ല ഇവിടെ. ഒതന്റിക് കൈ കൊണ്ട് കഴിക്കുന്നു. കഴിക്കും. മിക്സ് ചെയ്യണ്ടേ? മിക്സ് ചെയ്യും. കടല ഓ എന്തേ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ക്യൂസീൻ അല്ല ഇത്. ഒത്തന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വേണ്ടത്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ജെഫ്രി ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടാ. ഇത് എന്തിന്റെ ടേസ്റ്റ് ആണ്? ആദ്യമേ ബീന് നമ്മുടെ കടലയില്ലേ, സെയിം കടലയുടെ ടേസ്റ്റ്, ബീൻസിന്റെ ടേസ്റ്റ് അല്ല. നോക്കട്ടെ. നമ്മള് വീട്ടില് കടലയും
കുറച്ച് മസ്റ്റേർഡ് സീഡ്സ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അമ്മ ഫ്രൈ ചെയ്യാറുണ്ട് ഈവനിങ് സ്നാക്കിൽ. ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ആക്ച്വലി ഇവർ ഹിസ്റ്ററിയും ട്രഡീഷനൊക്കെ മിക്സ് ചെയ്താണ്. സോ ഇത് കോക്കനട്ട് ചപ്പാത്തി വിത്ത് സാമ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചമ്മന്തി പോലെ. അപ്പോൾ ഇവിടുത്തെ ഷെഫ് മാഡം പറഞ്ഞത് അവർക്ക് അന്ന് അമേരിക്കൻ വാർ ടൈമിൽ ടീ എസ്റ്റേറ്റുകാർക്ക് മൈദ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ കോക്കനട്ട് ആക്സസ് ഉണ്ട്. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്ത ഡിഷാണ് ഡ്യൂറിങ് ദോസ് വാർ ടൈംസ്. വളരെ സിമ്പിൾ, നോൺ കോംപ്ലിക്കേറ്റഡ്, വെരി നോർമൽ ഡിഷ്. പക്ഷേ നമ്മളൊരു ഹോൾസം ഡിഷാണ് ഇത്. നമ്മൾ ഈ നമ്മുടെ പഴങ്കഞ്ഞി അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം അവരുടെ അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. സോ ഇത് ഭയങ്കര ഒരു കോംപ്ലെക്സ് ഡിഷോ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് ഒന്നും കാണില്ല, പക്ഷെ ഭയങ്കര ഒരു ഹോൾസം ഡിഷ് ആയിരിക്കും. അങ്ങനത്തെ എനിക്ക് ഫുഡ് ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് അവരുടെ ഓസ്പിഷ്യസ് ഡേക്ക് നമ്മൾ പായസം ഉണ്ടാക്കില്ലേ, അതുപോലെ ഇവരുണ്ടാക്കുന്നതാണ് റൈസ് ഫിനിഷ്ഡ് ഇൻ കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെ ഐലൻഡ് ആണല്ലോ ശ്രീലങ്ക. സോ യു ഹാവ് ലോട്ട് ഓഫ് കോക്കനട്ട്സ്. സാമ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കവർ എനിത്തിങ്. മീൻ, ചിക്കൻ, ബീഫ്, തേങ്ങ, മാങ്ങ എന്ത് വേണമെങ്കിലും ആവുമല്ലോ. അതുപോലെ ഇവിടെ ഓരോ ഡിഷസിനും ചേർന്ന ഓരോ സാമ്പാൽ. സോ ഇറ്റ്സ് ലൈക്ക് ഓൺ ആൻ ഓസ്പിഷ്യസ് ഡിഷ്. ഓസ്പിഷ്യസ് ഡേയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. യമ്മി. നമ്മുടെ ഒരു ചോറും ചമ്മന്തിയും കൂടെ കഴിക്കില്ലേ, മറ്റേ മുളക് ചമ്മന്തി, ആ ഒരു ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ഉപ്പ് ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഒത്തൻറ്റിക് മറ്റേ സ്റ്റഫ്ഡ് പൊറോട്ടാസ് ഇല്ലേ, ആലു പൊറോട്ട ഒക്കെ പോലെ. ഇത് മീറ്റാണ്. സോ നിസാമുദ്ദീൻ മീറ്റ് റോട്ടിയാണ്. സോ ഗുഡ്. വെളിയിലും മീറ്റ് ഫ്ലേവർ ഉണ്ട്. നല്ല എനിക്കൊന്ന് നമ്മുടെ ട്യൂമറിക്കും കുറച്ച് ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇത്. ഒരു ടേസ്റ്റ് അങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കര ഫ്ലാഷി ഫുഡല്ല ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് അതെന്താണോ അതാണ് നിങ്ങൾക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അന്ന് നല്ല എരിവുള്ള ചമ്മന്തി. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് മീറ്റി പൊറാട്ട. ഇത് ഫേമസ്. പക്ഷേ എന്താണെന്ന് പറയുക, നമുക്ക് ഇവിടെ കിട്ടുന്ന പോലത്തെ അല്ല. ഇവിടെ നമ്മൾ ആലു പൊറോട്ട, മീറ്റി പൊറോട്ട ഒക്കെ പറഞ്ഞാലും ഈ ഒരു ഫ്ലേവർ കിട്ടില്ല. അതിൻ്റെ ചമ്മന്തി വരെ ഒത്തൻറ്റിക് ആണ്. നിങ്ങൾ ലക്നൗ, രാജസ്ഥാൻ, ഡൽഹി, മുംബൈ അവിടെയൊക്കെ നല്ല ഇതുപോലത്തെ ഫുഡ് കിട്ടുമല്ലോ. അങ്ങനത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇറ്റ്സ് വെരി യം. ഭയങ്കര തിന്നുമാണ്. ഇത് എന്തൊരു സോഫ്റ്റാണെന്നറിയോ. ഇത് ഷമ്മി കബാബ് എന്ന് പറഞ്ഞത്. ഷമ്മി തിലകനല്ല, ഷമ്മി കബാബ്. കീറാനൊന്നുമില്ല, പിടിച്ചാൽ പൊളിഞ്ഞു വരും. ഓ, എനിക്ക് ഇതിൻ്റെ അകത്ത് ക്രീം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അകത്ത് വരെ സവാളയുണ്ട്, ഹോൾ സവാള. ടവാഗ്രിൽഡ. ഓ ഭയങ്കര ഫ്ലേവർ. മോമോ എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഇവർ പോപ്പുലർ ആയതുകൊണ്ട് ഉണ്ടാക്കിയത്. എനിക്ക് വെസ്റ്റ് ബംഗാളിൽ പോപ്പുലർ ആണെന്ന് തോന്നുന്നു മോമോസ്. നല്ല ഫില്ലിങ്സ് ഉണ്ട്, ലൈറ്റ് ബാറ്റർ. മോമോനെ കുറിച്ച് അധികം പറയുന്നില്ല, പക്ഷേ ഡിപ്പ് നല്ല എരിവുള്ള മുളക് ചമ്മന്തി പോലെ സംഭവമാണ്. ഭാഗ്യം മയണീസ് ഒന്നും ഇട്ട് നശിപ്പിച്ചിട്ടില്ല. ഇത് മട്ടൻ സൂക്ക. ഇത് നമ്മുടെ ശ്രീലങ്കൻ കൗണ്ടറിലാണ് ഇത് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ടേലുണ്ട്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മധുരയിലേക്ക് ഷെഫ് മാറേണ്ടി വന്നു. സോ അവിടുത്തെ ഒരു ഡിഷാണ്. ആൻഡ് അവിടെ നിന്ന് ഒരു ഗ്രാമമുണ്ട്, പേര് മറന്നുപോയി, മണപ്പെട്ടിയോ അങ്ങനെ ഏതൊരു ഗ്രാമം. അവിടുത്തെ ട്രഡീഷണലാണ് കാഷ്നട്ട്. സോ അതും ഈ മട്ടൻ സൂക്കയും കൂടെയാണ് മെയിൻ മധുരൈ ഡിഷാണ്. സോ ഇറ്റ്സ് എ ലൈഫ് സ്റ്റോറി. ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടി വന്നു ഡ്യൂ ടു വാർ ആൻഡ് ഓൾ ദോസ് സിറ്റുവേഷൻസ്. സോ ആ ഷെഫ് ഇസ് ആക്ച്വലി എക്സ്പ്ലെയിനിങ് ഹർ ലൈഫ് ത്രൂ ഫുഡ്. 2 പീസ് കഴിക്കാം. ഇത് ട്രൈ ചെയ്താൽ നിർത്തില്ല. ആ തിരുവനന്തപുരത്താണ് ബെസ്റ്റ് മട്ടനും കിട്ടുന്നത്. ഇത് ഡൽഹി ക്യൂസീനാണ്. ദാൽ ഗോഷ്, ദാലും മട്ടൻ കറിയും. ഇത് തിയാരി എന്ന് പറയുന്ന ബിരിയാണി പോലത്തെ ഒരു സംഭവം. ആൻഡ് റോട്ടി. നോക്കട്ടെ ഇതെങ്ങനെയുണ്ട് മട്ടൻ. വേറെ ലെവല് അല്ലേ. ഈ സാധനം കൂടെ ക്യാഷും കൂടെ കടിച്ച് കഴിക്കാൻ പോണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഡെലിഷ്യസ് ആണ്. ആദ്യം നമുക്ക് റൈസിന്റെ ട്രൈ ചെയ്യാം. ഇത് നോക്കിക്കേ, ചിക്കനൊക്കെ ഫ്ലേവറിന്റെ ഒരു മണം ഉണ്ടല്ലോ. ആ മണം കിട്ടുന്ന ഇന്റൻസിറ്റി തന്നെയാണ് ഇതിന്റെ ഫ്ലേവറും കിട്ടുന്നത്. നോക്കിക്കോ, റൈസ്, കുറച്ച് ചിക്കൻ,
സൂൺ ചെയ്യുമ്പോൾ കഴിക്കണം. ഓ ഇതിന്റെ ഹൈലൈറ്റ് എന്നാ അറിയോ? ഇതിന്റെ കിഴങ്ങുണ്ട്. അപ്പൊ അതിന്റെ ഹൈലൈറ്റ് അത് തീർന്നു. ഞാൻ പിന്നെ എവിടെ നിന്ന് കഴിക്കും? അത് നമുക്ക് വേറെ എടുക്കാമല്ലോ. ഇതൊക്കെ ടേസ്റ്ററിനുള്ളത്. അല്ലെങ്കിൽ അഭിപ്രായം പറയണം കറക്റ്റ് ആയിട്ട്. പറയോ? അങ്ങനെ എന്റെ വീഡിയോയിൽ ഫോൺ എന്റെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഫോൺ എടുക്കാം. പറയോ? കഴിക്കും. അഭിപ്രായം വായ തുറക്കില്ല. ഇത് ദാലും മട്ടനും ആണ്. വാവ്. ഓ ഇറ്റ്സ് സൂപ്പി. ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഒക്കെ ഇല്ല, അതിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ആ കറി ഇങ്ങനെ മട്ടൻ തളച്ച് മട്ടൻ ചെറിയ പീസായി. സോ മട്ടൻ്റെ ഫ്ലേവർ മൊത്തം ഒരു മട്ടൻ തിക്ക് സൂപ്പിൽ, ദാൽ സൂപ്പിൽ മട്ടൻ കൂടി ഇട്ട് കുക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും അതിൻ്റെയാണ്. സോ ഒരു കറീനെ കാട്ടി കൂടുതൽ ഒരു സൂപ്പ് ഫ്ലേവറാണ് കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. റോട്ടി നല്ല കട്ടിയുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞ സാധനം അവർ ഇട്ടിട്ടില്ല, കണ്ടല്ലോ, പക്ഷെ ഭയങ്കര സോഫ്റ്റ്. ഓക്കെ, ഇത് എഡിബിൾ ആർക്കേസിലെ റൂട്ട് വെജിറ്റബിൾസ് ഉപയോഗിച്ച സാലഡാണ്. സോ എനിക്ക് തോന്നുന്നു കപ്പ, ചേമ്പ്, പോമഗ്രാനറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാറ്റ് മസാലയുടെ ഫ്ലേവറും ഉണ്ട്. നന്നായി മുളകും ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഫ്ലേവറാണ്. ഇത് ബംഗാളി ഫിഷ് ഫ്രൈ ആണ്. സോ ഇതിന്റെ ഒരു ക്രംസ്, ഇസ് ഇറ്റ് ബ്രെഡഡ് ലൈക്ക് ബ്രെഡ്? Yes, it's breaded, but it's like, you know, fillet of fish. It's more like your fish and chips. Or Bengali yeah, version. yeah. Actually, like it has a connection like British and Bengali. This thing. It's a Calcutta dish, right? So where did it originate actually? Is it in London or is it in? No, this version is from Calcutta. So in Calcutta, you get a bunch of things which comes from the like the British, like English culture. So this is like one of. Okay, so it's inspired from English culture. Yeah. Okay. സോ ഇത് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ പോലത്തെ ഒരു ബ്രെഡഡ് സംഭവമാണ്. ഈ മസ്റ്റേർഡ് ഡിപ്പ് ഉണ്ടല്ലോ, ഒത്തൻറ്റിക് ആയിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി 1 മാസം മുമ്പേ അവർ പ്രിപ്പയർ ചെയ്ത ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടി, ഈ ഒരു 5 ദിവസത്തേക്ക് വേണ്ടി. ഓ ഇറ്റ്സ് സോ ക്രിസ്പ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റേർഡ് ഡിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഫെർമെൻറ്റഡ് ടാങ്കി. ഈ ഫിഷ് കുറച്ച് ഫ്രൈഡ് ആണല്ലോ, സോ കുറച്ച് ഫാറ്റ്നെസ് ഉണ്ട്. അത് പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ഡിപ്പ്. കഴിക്കണ്ട. അങ്ങനെ പറഞ്ഞ മസ്റ്റേർഡ് ചട്നി കഴിച്ചിട്ട് ഒരാൾ ഷോക്കായി നിൽക്കുവാണ്. ഒരു വസാബി പോലത്തെ ഹിറ്റൊക്കെ കിട്ടും. അത് അത്രയും ഒത്തന്റിക് ആയതുകൊണ്ട് കേട്ടോ. ബംഗാളി സമോസ ഇറ്റ്സ് സോ ക്രിസ്പ്. ആൻഡ് ഇത് ബംഗാളി സമോസ നോർത്ത് ഇന്ത്യൻ സമോസയായിട്ട് വ്യത്യാസമാവുന്നത്, അതിൻ്റെ സോസിൻ്റെ കാര്യം പറയട്ടെ. സോസിൽ ഡേറ്റ്സും ജാഗറിയും ടാമറിൻഡും ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ അറിയാം, മധുരവും പുളിയും ഒക്കെ കാണും. ഇത് ക്രസ്റ്റ് ഭയങ്കര തിന്ന, പിടിക്കുമ്പോഴേ അറിയാം. പിന്നെ സ്റ്റഫിങ്സ് മെയിനായിട്ട് വരുന്നത് പൊട്ടേറ്റോ ആണ്. ഓ ഡിപ്പ് ജീരകമുണ്ട്, ഗ്രീൻ പീസും ഉണ്ട്. സാധാരണ ഭയങ്കര നോർത്ത് ഇന്ത്യൻ സമോസയ്ക്ക് ഭയങ്കര ഒരു മസാല ഫ്ലേവർ ഉണ്ട്. ചാട്ട് മസാല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നുമില്ല. തിൻ ക്രസ്റ്റ്, പ്രോപ്പറായിട്ടുള്ള ഒരു സോട്ടേഡ് ആയിട്ടുള്ള സ്റ്റഫിങ്സ്, അതിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നത്. യൂണിവേഴ്സലി ലൗഡ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും സെറഡ്യൂറ. ഞാൻ നേരത്തെ ബെബിൻകേനെയാണ് സെറഡ്യൂറയാണ് തെറ്റിദ്ധരിച്ചത്. അത് കുഴപ്പമില്ല, രണ്ടും നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇത് കണ്ടൻസ് മിൽക്ക് കസ്റ്റേർഡ്, കുറേ നട്ട്സ്. ഇത് ഞാൻ അധികം കഴിച്ചാൽ ഇയാളുടെ നെഞ്ചു പൊട്ടിപ്പോവും. അത്രയും ടേസ്റ്റാണ്. വെരി ഗുഡ്. നിർത്തുക. ഒരു നമ്മുടെ പായസത്തിനൊക്കെ കാട്ടി ടേസ്റ്റ്. എന്തായത് ലൂച്ചി. ഫൈനലി ലഡു ആണ്. ഇത് നമ്മുടെ മാലാടിൻ്റെ ഒക്കെ ഒരു വേർഷൻ. സോ നെയ്യ് ബേസിൻ, കടലമാവും ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ കഴിച്ചോ? ഞാൻ ഡയറ്റാ. നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അടിച്ചു കയറുമോ. മോൻ കാണും പറയാൻ പറ്റും. ഒത്തിരിക്കുന്നു. ഭയങ്കര ഇഷ്ടം മാലാടു, ഭയങ്കര ഇഷ്ടമാണ്. ഇത് തേങ്ങയും എള്ളുവാന്ന് തോന്നുന്നു. എള്ളിൻ്റെ ടേസ്റ്റാണ് മെയിനായി കിടക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങ പീരയില്ലേ അതിൻ്റെ. ഈ എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡാണ് ട്രൈ ചെയ്യുന്നത്. ദേ നോട്ട് കമേഴ്ഷ്യലൈസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് അട്രാക്ടിങ് മോർ ക്രൗഡ്സ്. ആ സ്ഥലത്ത് എന്താണ് ഒത്തൻറ്റിക് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. 19th വരെയല്ലേ ഉള്ളൂ ഈ മാസം, ഫെബ്രുവരി 19th വരെ ഉള്ളൂ.
വേഗം വരിക. എനിക്കൊന്ന് ഈവനിങ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, വെതറും ഇവിടുത്തെ ആംബിയൻസും എല്ലാം വെച്ച്. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു, നിർത്തിയിട്ടില്ല. ആർത്തി കൂത്ത് കഴിക്കും. അത് ഇപ്പോഴും ഒത്തന്റിക്. ഇന്ന് ബ്രദറിൻലോ ഫുൾ ഇവിടെ ഒത്തന്റിക് സാധനങ്ങളാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായി, വെയിറ്റ് നന്നായി കൂടിയിട്ടേ പോവുള്ളൂ. വഴക്ക് പറയും കഴിച്ചില്ലെങ്കിൽ, ആ ലെവലാണ്. പിന്നെ കുക്ക് ചെയ്യുന്ന ഒരു ഇന്റൻസിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്കും കഴിക്കാൻ തോന്നും. മങ്കീഷ് പോലത്തെ അത് സംഭവമായിരുന്നു. ഷീഷ് കബാബും അത് വീഡിയോ ഒന്നും എടുക്കുന്നതിന് മുമ്പേ കഴിഞ്ഞു. ഇത് ഒരു സംഭവമാണ്. ഇത് പിസ്സ പോലത്തെയാന്ന് തോന്നുന്നു. ഇവനെ ഞാൻ കാണിച്ചിട്ടില്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മോൺസ്റ്റർ സ്വഭാവം കൊണ്ടല്ല കേട്ടാ. അതിന്റെ ഹൈറ്റ് കാണിക്കട്ടെ. ഇത് ഞാൻ എടുത്തോണ്ട് നടന്നതാ, അറിയോ? എടുത്തോണ്ട് നടന്ന പയ്യനൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഇത് നീരജ് എന്റെ നെഫ്യൂ ആണ്, MBBS പഠിക്കുവാണ്. ഇതിന്റെ മൂത്ത ചേട്ടനാണ്. പക്ഷെ 6 അടി എത്രയാ? 4 അതാണ് ഏറ്റവും വലിയ വിഷമം. അപ്പൊ ഇപ്പം ഇവിടെ പൊങ്കൽ അവധിയായി നിന്ന് മെഡിസിന് വന്നാണ്. നമുക്ക് കഴിഞ്ഞോടൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ പുതിയ കാറും കൂടെ കിട്ടിയോണ്ട് എക്സ്ട്രാ ലീവും കൂടെ എടുത്തോ. അത് നേരത്തെ വന്നാണോ? കണ്ട കാറെടുത്ത് എക്സൈറ്റ്മെന്റില്. അപ്പൊ ഇവര് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഞാൻ ഇപ്പൊ കണ്ടിട്ട് 6 വർഷമായി. നീരജിന്റെ അല്ല, വേദുവിന്റെ നൂലേട്ടിനാ കണ്ടത്. അത് ഇതിന്റെ ഇപ്പളാ കാണുന്നത്. 6 അടി ഇനി വളരുവോ? ചിലപ്പോ. ഫസ്റ്റ് കഴിച്ചാണ്. സെക്കൻഡ് റൗണ്ട് ഇത് കഴിക്കാൻ ഉള്ള ഒരു പ്രാപ്തിയില്ല. ഇവന് വിശക്കുന്നുണ്ട്. നീ വന്ന് കഴിച്ചോ? ഭയങ്കര വിശപ്പ, ക്ഷീണോ? വന്നിട്ട് ഉറങ്ങിയിട്ടില്ല ഇതുവരെ. വന്നിട്ട് 10 കിലോ കൂട്ടിയിട്ട് സാധാരണ വിടുള്ളൂ. 4 ദിവസത്തില് 10 കിലോ. തിരിച്ചു വരുമ്പോ 15 കിലോ കുറയ്ക്കും. പിന്നെ അത് തന്നെയാ, തടിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. ഇനി ഇവിടുന്ന് ഈ നീരജ് ബാക്കിൽ കൂടെ പോയപ്പോഴേ അത് ഞാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടെ എടുത്ത ക്ലിപ്പ്. ജെഫ്രിൻ കുള്ളനെ നമ്മൾ അന്ന് പ്രിയൊക്കെ ആയിട്ട് വന്നപ്പോ കഴിച്ച സംഭവം അന്ന് മനസ്സിലായി. ഇത് ഹാങ് ഓവർ ഡിഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഹാങ് ഓവർ വരും. അത്ര ഹെവിയാണ്. അതുറങ്ങും എനിക്കറിയാം. വേറെ ഒരു കുഴപ്പമില്ലല്ലോ. കട്ടർ പോലും ചാടിച്ചേക്കരുത്. ഇതില് മഷ്റൂമും എഗ്ഗും ചീസും ടൊമാറ്റോയും എല്ലാം കൂടെ ആയിട്ട് ഒരു ഹെവി സംഭവമാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെ ഓക്കെ ഗൈസ്, സോ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞ് രാത്രി വേഗം എത്തി ഞങ്ങൾ കൊച്ചിയിലേക്ക്. MC റോഡ് വഴിയാണ് ഇനി ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറ്റില്ല, അറിയാമല്ലോ. ബാക്കിയൊക്കെ ഭയങ്കര പൊട്ട റോഡാണ്. സോ എന്തായാലും നീരജിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങൾ എന്തായാലും പോയി നോക്കുക. ഈ വീഡിയോ വരുമ്പോഴേക്കും ചിലപ്പം 1-2 ദിവസം കൂടെ കാണുകയുള്ളായിരിക്കും. അത് നമ്മുടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്, കോവളത്തിൽ. സോ അങ്ങോട്ട് പോവാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ്ഡ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ട്രിവാൻഡ്രം വ്ളോഗ്. ഇനി വേറെ കുറേ നല്ല വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. കുറച്ച് ഇനി ഫാമിലി വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം ആൻഡ് വാച്ചിങ് അവർ വ്ളോഗ് വിത്ത് അസ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.